അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 145, 146, 147 എന്നിങ്ങനെ 2 ആയത്തുകളാണ്. നമുക്ക് ആയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക വമാ അൻത ബിതാബിഇൻ ഖിബ്ലതഹും വമാ ബഅദുഹും ബിതാബിഇൻ ഖിബ്ലത ബഅദിൻ വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. الحق من ربك فلا تكونن من الممترين. صدق الله العظيم. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് അല്ലാഹ്. ഞങ്ങളുടെ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാഹ്. ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള രോഗങ്ങൾക്കെല്ലാം പൂർണ്ണ ശിഫാ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളൊന്നും തരല്ലേ അല്ലാഹ്. അത് താങ്ങാൻ ഈ അരുംപാപികൾക്ക് കരുത്തില്ല റബ്ബേ. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ. അവർക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹ്. അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ രോഗികൾക്ക് വേണ്ടി സദക്കാ തന്നിട്ട് അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു റഹ്മാനേ. അല്ലാഹുവേ, ആ സഹോദരന്മാരുടെ ആ സഹോദരൻ്റെ ഉമ്മയുണ്ടല്ലോ, ബാപ്പയുണ്ടല്ലോ, മറ്റു ബന്ധുക്കളുണ്ടല്ലോ, അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ് അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് വേണ്ടി അവരുടെ മക്കൾ ഇതാ ഹദിയ ചെയ്തിരിക്കുന്നു അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനേ. മിസ്ലി സവാബ് റസൂലുള്ളാഹിന്റെ തിരുറൂഹിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം അല്ലാഹുവേ, ഈ സഹോദരന്മാരുടെ ഈ സഹോദരൻ്റെ മാതാപിതാക്കളുടെ ഖബറിലേക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്.
മഗ്ഫിറത്തും റഹ്മത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലാ. സന്തോഷം നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് പേര് സദഖകൾ തന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. പേരുകളെല്ലാം നിനക്കറിയാം, അവരുടെ അഡ്രസ്സുകളെല്ലാം നിനക്കറിയാം, അവരുടെ നിയ്യത്തുകളെല്ലാം നിനക്കറിയാം റഹ്മാനേ. അവരെയെല്ലാം ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാ. അവരാരെയും ഇരുലോകത്തും പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഇന്ന് ഹബീബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ആരാണെന്നറിയില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി ആ ഹബീബ് എന്ന സഹോദരൻ ഗൂഗിൾ പേയിലൂടെ 1000 രൂപ സംഭാവന തന്നിരിക്കുകയാണ് റബ്ബേ. ആരാണെന്ന് നിനക്കറിയാം റബ്ബേ, അവരുടെ മുറാദുകൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ. ആ സഹോദരനെയും അല്ലാഹുവേ ആ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ആ സഹോദരൻ്റെ ബിസിനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാ. ഹബീബ് എന്നാണ് പേര് കണ്ടത് റബ്ബേ, ഇനി ആരാണ് തന്നതെന്ന് നിനക്കറിയാമല്ലോ. എന്തായാലും നീ ആ കുടുംബത്തെ അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ സഹായിക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇനിയും സാധുക്കളായ ഞങ്ങളുടെ രോഗികളെ സഹായിക്കാൻ അദ്ദേഹത്തിന് ആ കുടുംബത്തിന് സാമ്പത്തിക ശേഷിയും അതിനുള്ള മനസ്സും അതിനുള്ള ഉത്സാഹവും നീ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇതുവരെ സഹായിച്ച ഇനി അങ്ങോട്ട് സഹായിക്കുന്ന എല്ലാ പേരെയും നീ സഹായിക്കണേ റബ്ബേ. ആരെയും നീ കൈവിടല്ലേ അല്ലാ. എല്ലാ പേരെയും ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കുകയും അവർക്കെല്ലാം സന്തോഷം കൊടുക്കുകയും ചെയ്യണേ റഹ്മാനേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആയത്തിലേക്ക് പോവുകയാണ്. 145-ാമത്തെ ആയത്ത്, 146, 147. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക. അല്ലാഹു പറയുകയാണ്, വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ നബിയേ, അങ്ങയുടെ നടപടിയെ ന്യായീകരിക്കാനുള്ള സർവദൃഷ്ടാന്തങ്ങളും അങ്ങ് കൊണ്ട് ചെന്നാലും അങ്ങയുടെ ഖിബിലയെ അവർ പിൻപറ്റുകയില്ല നബിയേ. അല്ലാഹു പറയുക, എന്ത് തന്നെ അവരുടെ മുന്നിലേക്കുള്ള, ആരുടെ മുന്നിലാണ്? ബഹുദൈവ വിശ്വാസികളായ അറബികളുടെ മുന്നിലും ജൂതന്മാരുടെ മുന്നിലും ക്രിസ്തീയരുടെ മുന്നിലും നസ്രാക്കളുടെ മുന്നിലുമാണ്. ചെന്നാൽ എങ്ങനെ ചെന്നാലും നബിയെ, അങ്ങയുടെ ഖിബിലയെ അവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല. വീണ്ടും അല്ലാഹു പറയുകയാണ്, വമാ അൻത ബിതാബിഇൻ ഖിബിലതഹും. ആ നബിയെ, അവരുടെ ഖിബിലയെ അങ്ങും പിൻപറ്റുകയില്ലല്ലോ. അവർക്കും ഖിബിലയുണ്ട് കേട്ടോ, അവരുടെ ആചാരങ്ങളാണ് അവരുടെ ഖിബില. വമാ ബഅദുഹും ബിതാബിഇൻ ഖിബിലത ബഅദിൻ. അപ്രകാരം തന്നെ അവരിൽ തന്നെയുള്ള ഒരു കക്ഷി മറ്റേ കക്ഷിയുടെ ഖിബിലയെയും പിൻപറ്റുകയില്ല. അതായത് ജൂതന്മാരുടെ ഖിബില ക്രിസ്ത്യാനികൾ ഒരിക്കലും പിൻപറ്റുകയില്ല. ക്രിസ്ത്യാനികളുടേത് ആ ജൂതന്മാരും ഒരിക്കലും പിൻപറ്റുകയില്ല നബിയേ.
എന്നിട്ടാണോ മുസൽമാന്മാരുടെ പരിശുദ്ധമായ കഅബാലയത്തെ അവർ കിബിലയായി അംഗീകരിക്കുന്നത് നബിയേ? അതുകൊണ്ട് അവരത് അംഗീകരിക്കില്ല റസൂലല്ലാഹ്. ഖുർആൻ അല്ലാഹു പറയുക. വീണ്ടും അല്ലാഹു പറയുകയാണ്, വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി. നബിയേ, അങ്ങ് ഓർക്കണം ഹബീബേ, അങ്ങേക്ക് സൂക്ഷ്മജ്ഞാനം വന്ന് കിട്ടിയതിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ ഓ നബിയേ, ഇന്നക ഇദല്ല മിനൽ ളാലിമീൻ. ഓ നബിയേ, അന്നേരം അങ്ങ് അക്രമകാരികളിൽ പെട്ടവനായിരിക്കും കേട്ടോ. അത് കണ്ട് അവരുടെ കുതന്ത്രങ്ങളിൽ ചെന്ന് പെട്ടുപോകരുത് നബിയേ. ഈ ക്രിസ്തീയരുടെയും ജൂതരുടെയും ബഹുദൈവ വിശ്വാസികളുടെയും കുതന്ത്രങ്ങളിൽ നബിയേ അങ്ങൊരിക്കലും പെട്ടുപോകരുത് കേട്ടോ എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഞാൻ ഈ നീട്ടി പരത്തിയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓരോ ആയത്തും ഓരോ ഹറഫും അങ്ങനെ. അതായത് തജ്വീദം നോക്കിയാൽ നമ്മളിപ്പോൾ ഖുർആൻ പഠിക്കുകയാണ്, മനസ്സിലായില്ലേ? പലരും ചോദിക്കും തജ്വീദൊന്നും ഇല്ലല്ലോ ഉസ്താദ്. ഷാഫി ഇമാം 8 രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1 ബിസ്മില്ലാഹിർ റഹ്മാനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയൊക്കെ ഓതാം. നമ്മളിപ്പോൾ ഇവിടെ തജ്വീദ് പഠിക്കല്ല, ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിച്ചതാണ്. നീട്ടി പരത്തിയൊക്കെ പോകുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹു പറയുന്നത്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ആർക്ക് ഞാൻ, അല്ലാഹു പറയുകയാണ്, ആർക്ക് ഞാൻ വേദം നൽകിയിട്ടുണ്ടോ അവർ തങ്ങളുടെ സന്താനങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ എൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ നബിയെയും അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എത്ര അർത്ഥവത്തായിട്ടാണ് അള്ളാഹു പറയുന്നത്. ആർക്ക് ഞാൻ വേദം നൽകിയിട്ടുണ്ടോ, ജൂതർക്ക് വേദം നൽകിയിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വേദം നൽകിയിട്ടുണ്ട്. അതാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. ആർക്ക് ഞാൻ വേദം നൽകിയിട്ടുണ്ടോ അവർ തങ്ങളുടെ സന്താനങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ, നമ്മളുടെ മക്കളെയൊക്കെ നമ്മൾ മനസ്സിലാക്കും അതുപോലെ, എന്നാൽ അതിനേക്കാൾ മേലെയായി എൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫയെ അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. മുഹമ്മദ് നബി നല്ലവനാണെന്നും മുഹമ്മദ് നബിയുടെ സത്യസന്ധതയും ഒക്കെ വാഴ്ത്തി പാടുന്നവരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. പ്രവാചകനെ പറ്റി അവർക്ക് നല്ലതുപോലെ അറിയാം. വീണ്ടും അള്ളാഹു പറയുകയാണ്, വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. അവരിൽ ഒരു വിഭാഗക്കാർ യാഥാർത്ഥ്യം ഗ്രഹിച്ചു കഴിഞ്ഞിട്ടും അത് മറച്ചു വെക്കുകയാണ് നബിയേ. അവരുടെ ഈ എതിർപ്പിൽ അവർക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല ഹബീബേ. അവർക്കറിയാം, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആർക്കാണ്?
ബഹുദൈവ വിശ്വാസികൾക്കും ഈ ജൂതർക്കും ഈ നസുറാക്കൾക്കുമൊക്കെ അറിയാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരുമെന്നും പരിശുദ്ധമായ ഖുർആനും കൊണ്ടാണ് വരുന്നത് എന്നും ആ മനുഷ്യൻ, ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ കഅബാലയത്തെ നോക്കി നിന്ന് ആ കഅബാലയത്തെ ഒരു ഖിബലയാക്കുമെന്നും എല്ലാം അവർക്കറിവുണ്ട് നബിയേ. എന്നിട്ടും അവരുടെ ഈ ശാഠ്യം എന്തിനാണെന്നറിയുമോ? അതൊരു പ്രഹസനമാണ്, അതിൽ ആത്മാർത്ഥത ഇല്ല ഹബീബേ എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. അവരുടെ സമരത്തിനൊന്നും യാതൊരു ആത്മാർത്ഥതയുമില്ല നബിയേ. അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. ഓ നബിയേ, അങ്ങ് സമാധാനിച്ച് ഇരിക്കുക നബിയേ. ഈ സന്ദേശമുണ്ടല്ലോ അങ്ങയുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള കലാമാണ്. അതുകൊണ്ട് നബിയേ, സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങ് ഉൾപ്പെട്ടു പോകരുത് കേട്ടോ. അള്ളാഹു എത്ര കൃത്യമായി കാര്യങ്ങൾ പറയുന്നു, അത് നമുക്ക് മനസ്സിലാകണം. അതാണ് നമ്മൾ മുസ്ലിമീങ്ങളാകേണ്ടത്. വെറുതെ മുസ്ലിമായാൽ പോരാ, മുസ്ലിം ആകണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനെ നമ്മൾ അറിഞ്ഞ് മുസ്ലിമാകണം, എങ്കിലേ നമ്മൾ മുസ്ലിമാകും. അല്ലെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധമായ ഖുർആനെ നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ പെട്ടുപോകുന്നത് കുഫിരിയത്തിലേക്കും ഷിർക്കിലേക്കും സർവമാന അള്ളാഹുവിനെതിരായിട്ടുള്ള ജീവിത രീതികളിലേക്കുമായി. അതുകൊണ്ട് നമ്മൾ ഖുർആനെ നല്ലതുപോലെ മനസ്സിലാക്കിയാൽ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരിശുദ്ധമായ ഖുർആനെയും നമ്മൾ മനസ്സിലാക്കാൻ, ഇസ്ലാം മതം എന്താണെന്ന് നമുക്കത് കൃത്യമായി അറിയുവാനും നമ്മളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. അത് എന്ത് വേണം? നമ്മൾ ഈ ഖുർആൻ പഠിക്കണം, കുറച്ച് സമയമെങ്കിലും. ബിസിനസ്സുകാർ ഇത് കേൾക്കുന്നുണ്ടാവാം, സാധാരണക്കാർ കേൾക്കുന്നുണ്ടാവാം, പാവങ്ങൾ, രോഗികൾ, അങ്ങനെ ഒരുപാട് പേര് ഇത് ശ്രവിക്കുന്നുണ്ടാകാം. അപ്പം ഒരു 10, 15, 20 അല്ലെങ്കിൽ അരമണിക്കൂർ ഈ രണ്ടായത്ത്, ഓരോ ആയത്ത് ഈ ഖുർആൻ അതിൻ്റെ അർത്ഥവും ആശയവും വിനിമയം ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു വിശദീകരണം വേറെ എങ്ങൊന്നും കിട്ടുന്നില്ല. ഇതിൽ കൂടുതലൊരു വിശദീകരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരുപാട് കിതാബുകളിൽ നിന്നുള്ള വിവരണങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് ഈ വിശദീകരണം നിങ്ങളുടെ മുന്നിൽ ഹക്കായ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ ഈ ഖുർആൻ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. എങ്കിലേ നമുക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ടാവുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിക്ർ യൂട്യൂബിൽ ഇങ്ങനെ എഴുതി കാണും. ഈ ദിക്ർ ചൊല്ലിയാൽ കോടാനകോടി രൂപയുണ്ട് കടമുണ്ടെങ്കിലും മാറും. നമ്മൾ ഉടനെ അതങ്ങ് ചെയ്യും, എവിടെ മാറാം? അപ്പം അങ്ങനെയൊന്നും വഞ്ചിതരായി പോകാതെ പരിശുദ്ധമായ ഖുർആൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ നമുക്ക് കാബയെ പറ്റി മനസ്സിലായില്ലേ? പരിശുദ്ധമായ കാബ ആദ്യം അള്ളാഹിൻ്റെ റസൂൽ നിസ്കരിച്ചുകൊണ്ടിരുന്നത് എങ്ങോട്ടാണ്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അത് അള്ളാഹുവിൻ്റെ തന്ത്രമായിരുന്നു എന്ന് നമുക്കറിയായിരുന്നു, ഇല്ലായിരുന്നല്ലോ. ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹു റസൂലിൻ്റെ മുഖത്തെ തിരിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? തന്ത്രജ്ഞനാണ് അള്ളാഹു. അവന് കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നു, യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഖിബിലയെ ഒരു സുപ്രഭാതത്തിൽ കാബാലയമാക്കിയപ്പോൾ പകുതി ആൾക്കാരും പിന്തിരി. അപ്പോൾ അള്ളാഹു നബിയോട് പറഞ്ഞെന്താ? നബിയെ കണ്ടില്ലേ, ഇതിന് വേണ്ടിയാണ് ഞാൻ ബൈത്തുൽ മുഖദ്ദസ് ആദ്യമേ ഞാൻ ഖിബിലയാക്കിയത്. എനിക്കറിയാമായിരുന്നു അങ്ങയോടൊപ്പം ഒരുപാട് സത്യനിഷേധികളും കൂട്ടത്തിലുണ്ട്, പക്ഷെ അവരെ ഒന്ന് പിരിക്കണമല്ലോ, അങ്ങയൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ അതിനു വേണ്ടിയാണ് ഞാൻ ആ തന്ത്രം പ്രയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാബയെ പറ്റി മനസ്സിലാക്കുക, ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി മനസ്സിലാക്കുക, സർവ്വജനങ്ങളെ പറ്റി മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ബഹുദൈവ വിശ്വാസികളായ ആൾക്കാർ, അറബികൾ, ആരെയും നമ്മൾ പരിശുദ്ധമായ ഖുർആനാണ് നമ്മൾ ഈ പറയുന്നത്. ആ ബഹുദൈവ വിശ്വാസികളായ അറബികളോടും
ക്രിസ്തീയ വർഗത്തോടും ജൂത വർഗത്തോടുമാണ് അള്ളാഹു ഈ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ 3 വിഭാഗത്തോട്. ഇന്നും ഉണ്ടല്ലോ ഈ 3 വിഭാഗം. കൂടുതൽ നമുക്ക് ആലാപനത്തിലേക്ക് പോകാം. അല്ലാഹ് പറയുന്നു നബിയോടാണ്, അവരെ ഇതാ പ്രീതി പെടുത്താനായി. എത്ര ശ്രമിച്ചാലും ഫലം ഇല്ലല്ലോ, അവരും ഒരു കാലവും പിൻപറ്റില്ല. അള്ളാഹു റസൂലിനോട് പറയുന്നു, റസൂലല്ലാ, അവരുടെ പ്രീതി സമ്പാദിക്കാനായി അവരോട് എത്ര പ്രീതിപ്പെടുത്തിയാലും അങ്ങയുടെ കഅബാലയത്തെ അവരുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അവർ വിശ്വസിക്കുകയില്ല നബിയേ. ആരൊക്കെയാണ്? ബഹുദൈവ വിശ്വാസികളായ അറബികൾ, ജൂതർ, ക്രിസ്ത്യാനികൾ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും. ഞാനൊരു ചെറിയ ഈ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി ഹദീസെന്ന് ഞാൻ പറയാറില്ല, ഇപ്പം ഞാൻ ഒരു ചെറിയ ഒരു സംഭവം പറയുന്നു, എങ്കിലേ നമുക്കിത് മനസ്സിലാവും. ഈ ബഹുദൈവ വിശ്വാസികളെയും ജൂതരെയും ക്രിസ്ത്യനെയും അള്ളാഹു എടുത്തു പറയാനുള്ള കാരണമാണ് നമുക്കറിയണ്ടേ. അങ്ങനെ റസൂലുള്ളാഹി ഈ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട കുറച്ചാൾക്കാർ, ക്രിസ്തീയ കുറച്ചാൾക്കാർ, യഹൂദരും കുറച്ചാൾക്കാരും ചേർന്ന് പ്രവാചകരെയും സംഘത്തെയും കളിയാക്കും. അങ്ങനെ പ്രവാചകൻ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. അങ്ങനെ ഇവർ സംസാരിച്ച് തർക്കമായി. അങ്ങനെ റസൂലുള്ളാഹി ചോദിച്ചു, എനിക്കൊരു 5-10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരും, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കി മുന്നോട്ട് കിടക്കാം. ശരിയെന്ന് പറഞ്ഞു. മുഹമ്മദെ പറഞ്ഞു. മുഹമ്മദ് പ്രവാചകൻ എല്ലാവർക്കും അറിയാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ ഖുർആൻ കൊണ്ട് വന്നതോടുകൂടിയാണ് താറുമാറ് ആയത്. മറ്റേത് ജൂതർക്കൊക്കെ എന്തൊരു കാര്യമായിരുന്നു. ജൂതൻ്റെ പണമാണ് ഇഷ്ടം പോലെ റസൂലുള്ളാഹി സൂക്ഷിപ്പ് മുതലായി വെച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്ത്യാനികളുടെ പണം, ബഹുദൈവ വിശ്വാസികളായ അറബികളുടെ പണം ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, സ്വത്തോഹരികളൊക്കെ. അത്രയും നല്ല ഒരു മനുഷ്യനാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അവർക്കും അത് ഈ മുഹമ്മദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി അവരോട് ഒരു ക്രിസ്ത്യാനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അങ്ങാരാണ്? ക്രിസ്ത്യ ആൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഇവരെ പുരോഹിതൻ. ശരി, അങ്ങ് ക്രിസ്തീയ പുരോഹിതൻ, നസ്രാക്ക് എന്നാണ് അവരെ പറയുന്നത്, നസ്രാണി, അവരുടെ പുരോഹിതനാണല്ലോ. ശരി, ഞാൻ അങ്ങയോട് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ് ഈ നസ്രാണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നസ്രാക്ക്, ക്രിസ്തീയർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ പുരോഹിതൻ ബപ്പപ്പ അടിച്ചു. അങ്ങനെ ബപ്പപ്പ അടിച്ചപ്പോൾ ശരി, നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ മറ്റേ മതത്തിലേക്ക് പോകാം. അങ്ങനെ വീണ്ടും പ്രവാചകൻ യഹൂദരെ വിളിച്ചു. അതിലെ ഒരു പുരോഹിതനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ യഹൂദ മതത്തിലെ പുരോഹിതനാണ്. ശരി, എന്താണ് യഹൂദമതം? നിങ്ങളെ യഹൂദരാക്കാൻ കാരണം എന്താണ്? യഹൂദമതം എന്നാൽ പെട്ടുപോയി. ജൂതമതത്തിലെ പുരോഹിതനും പെട്ടുപോയി, മറുപടി പറയാനില്ല. അങ്ങനെ ബഹുദൈവ വിശ്വാസിയായ അറബികളോട് ചോദിച്ചു, ഓ അറബികളെ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബഹുദൈവ വിശ്വാസികളായത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ. അങ്ങനെ അതിലെ പുരോഹിതന്മാർ 2-3 പേര് എഴുന്നേറ്റിട്ട് പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളെന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ഞങ്ങൾ ആരാധിക്കും, സൂര്യനെ ഞങ്ങൾ ആരാധിക്കും, പാമ്പിനെ ഞങ്ങൾ ആരാധിക്കും, അങ്ങനെ വേണ്ട ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നമ്മളെ ബഹുദൈവ വിശ്വാസികളെന്ന് വിളിക്കുന്നത് എന്ന്. അങ്ങനെ ആ മനുഷ്യരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ശരി, പാമ്പ് നിങ്ങൾ ആരാണ്? ദൈവം. സൂര്യൻ ആരാണ്? നിങ്ങളുടെ ദൈവം. തീ ആരാണ്? നിങ്ങളുടെ ദൈവം. ശരി, ആദ്യം നമുക്ക് പാമ്പിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ ഒരു സുന്ദരമായ ദൈവത്തിലേക്ക് പോകാം. ശരി, പോവാം മുഹമ്മദ്. അങ്ങനെ അവരെ വിളിച്ചോണ്ട് എന്നിട്ട് ഒരു പുരോഹിതൻ്റെ അടുത്ത് പറഞ്ഞു, ശരി, നിങ്ങളെന്ത് ചെയ്യുക? അപ്പം നിങ്ങളുടെ ദൈവമാണല്ലോ ആ പാമ്പ്, മൂർഖം പാമ്പിരിക്കുന്ന ഒരു മാളത്തിലേക്ക് പ്രവാചകൻ പൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങളുടെ കയ്യോ കാലോ ആ പാമ്പ് നിങ്ങളുടെ ദൈവത്തിൻ്റെ നേർക്കൊന്ന് നീട്ടും. നിങ്ങളുടെ ദൈവമാണെങ്കിൽ അത് കടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നുമില്ലല്ലോ, നിങ്ങളുടെ ദൈവമല്ലേ.
അപ്പോഴാണ് അവർ മുഹമ്മദിനെ തെറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത്. ഹാമിൻ്റെ മാളത്തിൽ കൊണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പ്രവാചകൻ സഹാബത്ത് തിരിച്ചു വന്നിട്ട് അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഓടിയത്? മുഹമ്മദെ, നീ ഞങ്ങളെ കളിയാക്കാൻ കൊണ്ടുപോയതാണ്, ഞങ്ങളെ ദൈവത്തെ കളിയാക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ ദൈവത്തെ ഞാൻ കളിയാക്കിയതല്ല, നിങ്ങളെ ദൈവത്തിനോട് കൃപയുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം നിങ്ങളെ ഒന്നും ചെയ്യുകയില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് അവർ ആകെ ഉത്തരം. അങ്ങനെ അവർ ചോദിച്ചു, അല്ല, നിൻ്റെ ഇസ്ലാം മതം മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നീ ഒന്ന് പറഞ്ഞതാണ്. അവിടെ വെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമും കൊണ്ടുവരുന്നതായ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെയും അംഗീകരിക്കലാണ് ഇസ്ലാം. മുസ്ലിമീങ്ങൾ ആ പ്രവാചകൻ കൊണ്ടുവരുന്നതായ ഒരു പരിശുദ്ധ കലാമുണ്ട് കേട്ടോ, അത് പരിശുദ്ധമായ ഖുർആനാണ്. അതിനെ പിൻപറ്റി അനുസരിച്ച് അള്ളാഹുവിനെ കീഴ്വണങ്ങി ജീവിക്കുന്നവരാണ് മുസ്ലിം എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന 1, 2, 3 പേര് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ബാക്കിയുള്ള പുരോഹിതന്മാരത്തൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ മതത്തെ തന്നെ, യഹൂദി എന്നാൽ എന്ത്, നസ്രാക്കൾ എന്നാൽ എന്ത്, ബഹുദൈവ വിശ്വാസികൾ എന്നാൽ എന്ത്, ഇതിനൊന്നും പോലും അവർക്ക് ഉത്തരം പറയാൻ കിട്ടിയില്ല എന്നതാണ് വാസ്തവം. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. മക്ക കഅബയെ കിബിലയായി അവരും ഒരിക്കലും പിൻപറ്റില്ല. നബിയെ അറിയണം ഒരു കാര്യവും, പറയാമിതാ ഞാനും ഇതാ കേൾക്കണേ. ജൂതരവരുടെ ഖിബില തന്നെ, നസുറാവർ തന്നെ പിൻപറ്റില്ല. ക്രിസ്ത്യാവരുടെ ഖിബില തന്നെ, ജൂതർ അവർ തന്നെ പിൻപറ്റില്ല. അവരും പരസ്പരം ആചാരങ്ങൾ ഒന്നായിതാ ഒരിക്കലും കാണുകയില്ല. അള്ളാഹു പറയുകയാണോ, നബിയേ, ഒരു കാരണവശാലും അങ്ങയുടെ ഖിബില കഅബാലയത്തെ അവർ ഖിബിലയായിട്ടോ അങ്ങയുടെ ദർശനങ്ങളെ അവരൊരിക്കലും അംഗീകരിക്കുകയില്ല നബിയേ. മാത്രവുമല്ല, ജൂതരുണ്ടല്ലോ, ക്രിസ്ത്യാനികളുടെ ഒരു ആചാരങ്ങളും അവർ പിൻപറ്റില്ല നബിയേ. ക്രിസ്ത്യാനികളുണ്ടല്ലോ, നസ്രാക്കളുണ്ടല്ലോ നബിയേ, അവരൊരിക്കലും ജൂതരുടെ ആചാരങ്ങളും അവർ പിൻപറ്റുകയില്ല റസൂലല്ലാഹ്. അവർ പരസ്പരം ആചാരങ്ങൾ ഒരിക്കലും പങ്കിടില്ല നബിയേ. അങ്ങനെ ഉള്ളവരാണോ അങ്ങയുടെ ഖിബിലയെ പിൻപറ്റുന്നത് നബിയേ? കാര്യം മനസ്സിലായി. പരസ്പരം പോലും ജൂതരും ക്രിസ്ത്യാനികളും പോലും പരസ്പരം അവരുടെ ആചാരങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട് എന്നാണ്. ഒന്നും അവർ പങ്കിടില്ല. മനസ്സിലായില്ലേ? പിന്നെയാണോ മുഹമ്മദ് നബിയെ അങ്ങയുടെ ആചാരങ്ങളെ അവർ പിൻപറ്റുന്നത്, ഖിബിലയെ പിൻപറ്റുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവരെ ഇരു കൂട്ടരെ ആചാരങ്ങൾ വേറെ ഇതാ വേറെ തന്നെയാണ്. അവരും ഇതാ എല്ലാം മർക്കടമുഷ്ടിക്കാരാ, അതിനാൽ അവരാരും പിൻപറ്റില്ല. മർക്കടമുഷ്ടിയുള്ളവരാണ് ക്രിസ്തീയരും ജൂതരും ബഹുദൈവ വിശ്വാസികളായ അറബികളും എന്നല്ലാഹു അടിവരയിട്ട് പറയുകയാണ്. എന്ത് വിളിച്ചു പറയുന്നതിലും അവർക്ക് യാതൊരു ഉളപ്പുമില്ല. നബിയെ, അതാ താങ്കൾ ആരാണെന്ന് അവർക്കും അറിയാമേ, നന്നേ നന്നേ. എന്നിട്ട് അല്ലാഹു പറയാണ്, നബിയെ, അങ്ങ് ആരാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം കേട്ടോ. സത്യം അവർക്കുമേ അറിയാം നന്നേ, എന്നാൽ മനഃപൂർവം പെരുമാറുന്നേ.
കഅബാലയം അള്ളാഹു പ്രഖ്യാപിച്ചത് അള്ളാഹു തന്നെയാണെന്ന് അവർക്കറിയാം നബിയേ. ഈ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് അവർക്കറിയാം നബിയേ. അങ്ങ് മുഹമ്മദ് പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും അവർക്ക് അറിയാം നബിയേ. അവരതെല്ലാം മറച്ചു വെച്ചിട്ട് മർക്കട ബുദ്ധിയോടെ മർക്കട മുഷ്ടിക്കാരായി അവർ ജീവിക്കുകയാണ്. അവർ മനഃപൂർവ്വം പെരുമാറുകയാണ് നബിയേ. അവരെ ഇതാ സ്ഥിതിയിൽ ഇല്ലേ 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 അതേ ഇല്ലേ ആത്മാർത്ഥത. അവർ ഈ സമരം പ്രഖ്യാപിക്കുന്നില്ലേ നബിയേ, അതിൽ യാതൊരുവിധ ആത്മാർത്ഥതയും അവർക്കില്ല നബിയേ. അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്, അല്ലാതെ ഇതൊന്നും അവരുടെ താളങ്ങളൊന്നും ആത്മാർത്ഥതയോടു കൂടിയല്ല നബിയേ. അതിനാൽ നബിയാരെ വിഷമിക്കേണ്ട, ദൗത്യം ഇതാങ്ങ് തുടർന്നേക്കണേ. അതുകൊണ്ട് നബിയേ അങ്ങ് തളർന്നു പോകരുതേ. എൻ്റെ ഹബീബേ, എൻ്റെ കലാം അങ്ങ് പ്രചരിപ്പിക്കണേ നബിയേ. അങ്ങൻ്റെ സത്യദൂതനാണ് നബിയേ. അങ്ങ് മനപ്രയാസപ്പെടേണ്ട നബിയേ, അങ്ങ് വിഷമിക്കേണ്ട നബിയേ. അങ്ങ് മുന്നോട്ട് സധൈര്യം മുന്നോട്ട് പോണേ ഓ നബിയേ. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാ ഇതാ അല്ലാ റഹ്മാനല്ലാ, നിന്നേം ഖുർആനേം ഇതാ പിൻപറ്റാൻ. അല്ലാ ഇലാ അല്ലാ റഹ്മാനല്ലാ, നിന്നേം ഖുർആനേം ഇതാ പിൻപറ്റാൻ. എന്നും ഇതാ എന്നും തൗഫീഖ്, സ്വർഗം ഇതാ തന്ന് കനീവ് നൽകേ. എന്നും ഇതാ എന്നും തൗഫീഖ്, സ്വർഗം ഇതാ തന്ന് കനീവ് നൽകേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.